പഠിക്കണ സാറേ, നിങ്ങളൊരു വിശേഷം അറിഞ്ഞിക്ക. എന്തോന്നാ ആചാര്യ? അത് നമ്മളെ തലൈപ്പുലി പ്രഭാകരൻ പുലിന്റെ മൂത്ത പുള്ളയാണ് ഇപ്പൊ ആ ശ്രീലങ്കയിലെ തമിഴ് പുലികളി സംഘത്തെ നയിക്കുന്നത്. എന്റെ ഈശോയെ, ആരാ ചാൾസ് പുലിയോ? ആ, അത് തന്നെ സാധനം. അല്ല സഖാവേ, വളയമില്ലാതെ ചാടുന്ന ഈ വലിയ പുലികളി സംഘത്തെ നയിക്കാനുള്ള ത്രാണിയൊക്കെ ഈ കുഞ്ഞ് ചാൾസ് പുലിക്ക് ഉണ്ടോ സഖാവേ? സഖാവേ, നിങ്ങൾ കരുതും പോലെ ഈ ചാൾസ് പുലി മുലകൂടി മാറാത്ത ചെറിയ പുലിക്കുട്ടിയൊന്നും അല്ല. അത് പല്ലും നഖവും വളർന്ന മുതിർന്ന പുലി തന്നെയാ. സ്വഭാവമാണ് വെച്ചാൽ സിംഹത്തിൻ്റെ. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സംഘത്തെ നയിക്കാൻ എന്താ പാട്? അണ്ണാ, ഈ ചാൾസ് പുലിയാണ് ഇപ്പോഴീ സംഘത്തിന്റെ ക്യാപ്റ്റൻ എന്ന് അണ്ണൻ്റെ കൂടെ ആരെണ്ണാ പറഞ്ഞ? സാറേ, അതാ മുല്ലൈത്തീവിലെ ഇറിനായ് മാടുവിലെ വലിയ വാട്ടർ ടാങ്ക് പൊട്ടിക്കാൻ വന്നപ്പോ ശ്രീലങ്കൻ സേനയുടെ പിടിയിലായ ചാവേർ പുലികളാ ഈ സംഘത്തിന്റെ വളയം ആ പ്രഭാകരൻ പുലി ഈ ചാൾസ് പുലിക്ക് കൊടുത്തതെന്ന് പറഞ്ഞേ. എടാ മോനെ, അപ്പൊ ഈ പ്രഭാകരൻ പുലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എന്തോന്നാ സാറേ ചോദിക്കുന്നേ? വാർത്തയിലും കഥയിലും അല്ലാതെ ഈ പ്രഭാകരൻ പുലിക്ക് മരണമില്ലാന്ന് സാറിന് ഇതേവരെ അറിയില്ലേ സാറേ? ഇപ്പോഴീ വാട്ടർ ടാങ്ക് ഓപ്പറേഷന് പുറപ്പെട്ട ചാവേറുകൾക്ക് കുലക്കത്തിയും കുലച്ചോറും കൊടുത്ത് ഈ ചാൾസ് പുലി യാത്രയാക്കിയപ്പോ ആ വിരുന്നിന് ഈ പ്രഭാകരൻ പുലിയും ഉണ്ടായിരുന്നെന്നാ പിടിയിലായ ചാവേർ പുലികൾ പറഞ്ഞേ. അറിയോ? എന്റെ ഈശോയെ, അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ പരശതം അച്ചൻ പുലികളെ പോലെ ഒടുവിൽ തമിഴ് പുലി ഈ 18-ാം മണിക്കൂറിൽ അധികാരം മകന് കൈമാറി, ഇല്ലയോ? കറിയാച്ച, അധികാരം മകന് കൈമാറിയെന്നല്ല, അധികാരത്തിന് വേണ്ടി മകൻ പുലി അച്ഛൻ പുലിയെ കൂട്ടിലടച്ചു എന്ന് പറയണതാവും കൂടുതൽ ശരി. സംശയം ഉണ്ടാച്ചാ, നിങ്ങൾ നമ്മുടെ മാളയിലെ കരുണപ്പുലിയോടോ വെള്ളാപ്പള്ളിയിലെ പുള്ളിപ്പുലിയോടോ ചോദിച്ചു നോക്ക്, കൃത്യമായിട്ട് പറഞ്ഞു തരും. സത്യം പറഞ്ഞാൽ സാത്താൻ നാണിക്കും.